ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെയാണ് മോഹൻ ബഗാൻ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് ഒരുപാട് കാലമായി ഉണ്ടായിരുന്ന റൂമറാണ് പരിശീലകനായ ഹൊസെ മൊളീനയെ മോഹൻ ബഗാൻ പുറത്താക്കും എന്നുള്ളത്. ഇന്നലെയാണ് അക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. പകരം ലൊബേറയെ പുതിയ പരിശീലകനായിക്കൊണ്ട് മോഹൻ ബഗാൻ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മൊളീനയെ ഇവർ പുറത്താക്കിയത് പറയുമ്പോൾ കേവലം വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന് കീഴിൽ മോഹൻ ബഗാൻ പരാജയപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും ഈ പരിശീലകനെ അവർ പുറത്താക്കുകയായിരുന്നു. അതിൻ്റെ കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് എപ്പോഴും മോഹൻ ബഗാൻ ഹൈ ലെവൽ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടീമാണ്. ഈ സീസണിൽ അതിനോട് നീതി പുലർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഡ്യൂറന്റ് കപ്പിൽ അവർ ആരാധകരെ നിരാശപ്പെടുത്തി. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും അവർ പിൻവാങ്ങി. മാത്രമല്ല സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അവർ പുറത്താവുകയും ചെയ്തു. അതിനുശേഷം മൊളീന പറഞ്ഞ ഒരു കാര്യമുണ്ട്. തനിക്ക് ഇവിടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമില്ല, എല്ലാ തീരുമാനങ്ങളും മാനേജ്മെന്റ് ആണ് എടുക്കുന്നത് എന്നായിരുന്നു മൊളീന പറഞ്ഞിരുന്നത്. ഇതോടുകൂടി മാനേജ്മെന്റും ഈ പരിശീലകനും തമ്മിലുള്ള ബന്ധം പാടെ തകർന്നു. അതുകൊണ്ടാണ് ഈ പരിശീലകന് തൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. ഏതായാലും ഇദ്ദേഹത്തിന് കീഴിലുള്ള മോഹൻ ബഗാന്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 42 മത്സരങ്ങളാണ് മൊളീനയ്ക്ക് കീഴിൽ മോഹൻ ബഗാൻ കളിച്ചത്. അതിൽ 28 മത്സരങ്ങളിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3 പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയുള്ള വിജയമായിരുന്നു. 8 സമനിലകൾ വഴങ്ങി 6 തോൽവികളാണ് വഴങ്ങിയിട്ടുള്ളത്. അതായത് കേവലം 6 തോൽവികൾ മാത്രമാണ് ഇദ്ദേഹത്തിന് കീഴിൽ മോഹൻ ബഗാൻ വഴങ്ങിയിട്ടുള്ളത്. 85 ഗോളുകൾ നേടി 32 ഗോളുകൾ വഴങ്ങി. 66.67 വിജയ ശതമാനമായി കൊണ്ട് വരുന്നത്. ISL ഷീൽഡ് ഒരു തവണ നേടിയിട്ടുണ്ട്. ISL കപ്പ് ഒരു തവണ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ IFA ഷീൽഡ് നേടിയിട്ടുണ്ട്. എന്നാൽ ഡ്യൂറന്റ് കപ്പോ സൂപ്പർ കപ്പോ നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇദ്ദേഹത്തിന് കീഴിലുള്ള ടോപ്പ് സ്കോറർ അത് ജാമി മക്ലാരൻ ആണ്. 17 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡെർബി സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കാം, അഥവാ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഒരു കണക്ക് കൂടി പരിശോധിക്കാം. 5 മത്സരങ്ങൾ പരസ്പരം കളിച്ചു. അതിൽ 3 മത്സരങ്ങളിലും മോഹൻ ബഗാൻ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ഒരു സമനിലയും ഒരു തോൽവിയും വഴങ്ങി. 5 ഗോളുകൾ നേടി 3 ഗോളുകൾ വഴങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെയാണ് മൊളീനയ്ക്ക് കീഴിലുള്ള മോഹൻ ബഗാന്റെ കണക്കുകൾ വരുന്നത്. മികച്ച പ്രകടനം ഇദ്ദേഹത്തിന് കീഴിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ അവർ നിരാശപ്പെടുത്തി. മാത്രമല്ല മാനേജ്മെന്റുമായുള്ള ബന്ധം തകർന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ മോഹൻ ബഗാൻ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.